ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ പത്തിലക്കറികൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പത്തിലക്കറികൾ ഉണ്ടാക്കാനായിട്ട് 10 ഇലകൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ 10 കൂടുതലും ആകാം കേട്ടോ. ഇനി 10 കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇന്ന് 10 ഇലകൾ എടുക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചീരയാണ് കേട്ടോ. പച്ചച്ചീര എന്നൊക്കെ പറയില്ലേ, വെള്ളച്ചീര എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ഒടിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ ഈ ചീരയാണ് കേട്ടോ. നമുക്ക് വയലിലൊക്കെ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ചേമ്പന്താളിൻ്റെ ഇലയാണ്. അപ്പോൾ അതിൻ്റെ കിളുന്ത ഇല നോക്കി എടുക്കണേ. ഇനി നമ്മൾ എടുക്കുന്നത് മത്തൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും കിളുന്ത ഇലയാണ് കേട്ടോ എടുക്കേണ്ടത്. അടുത്തത് കുമ്പളങ്ങയുടെ ഇലയാണ്. അപ്പോൾ അതും പോയിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറിക്കാൻ പോകുന്നത് നമ്മുടെ തകരേൻ്റെ ഇലയാണ് കേട്ടോ. അതും നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം. മണിത്തക്കാളി, കടുമുടുങ്ങ എന്നൊക്കെ പറയുന്നൊരു ചെടിയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത്. അതിൻ്റെ ഇല പറിക്കണം. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അതിനെ കടുമുടുങ്ങ എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. ഞങ്ങൾ കടുമുടുങ്ങ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇല കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. ഇനി ഞാൻ പറിക്കാൻ പോകുന്നത് കോവക്കയുടെ ഇലയാണ് കേട്ടോ. അതിൻ്റെ ഒരു കിളുന്ത ഇല തന്നെയാണ് പറിക്കുന്നത്. അടുത്തതാരാ നമ്മുടെ ചേനേൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായി വന്നിട്ടേ ഉള്ളൂ. ആ ഇലയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. തണ്ടോടെ തന്നെയാണ് പറിച്ചെടുക്കുന്നത്. തണ്ട് നമുക്ക് വേണ്ടെങ്കിലും ഞാൻ തണ്ടോടെ അങ്ങോട്ട് പറിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് പയറിൻ്റെ ഇലയാണ് വേണ്ടത്. അപ്പോൾ അതും കുറച്ച് ഒടിച്ചെടുത്ത് അങ്ങനെ ഇതാ നമുക്ക് 10 ഇലകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാന്ന് ഒന്നും കൂടെ നോക്കിയാലോ. കുമ്പളത്തിൻ്റെ ഇല, തകരയുടെ ഇല, ചേനയുടെ ഇല, മത്തൻ്റെ ഇല, പൊന്നാങ്കണ്ണി, പച്ചച്ചീര, മണിത്തക്കാളി അല്ലെങ്കിൽ കടുമുടങ്ങയുടെ ഇല, പയറിൻ്റെ ഇല, കോവക്കയുടെ ഇല, ചേമ്പിൻ്റെ ഇല, ഇങ്ങനെ 10 ഇലകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നാക്കി എടുക്കണം. ആദ്യം തന്നെ നമുക്ക് ചേമ്പിൻ്റെ ഇല നന്നാക്കി എടുക്കാം. അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് അതിലൊരു നാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നുകൂടെ പറിച്ചെടുത്ത് കളയാം കേട്ടോ. ഇനി മത്തൻ്റെ ഇല നന്നാക്കാം. അപ്പോൾ മത്തൻ്റെ ഇലയ്ക്കും കുമ്പളത്തിൻ്റെ ഇലയ്ക്കും ഇങ്ങനെ ഒരു നാരുണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ചേനയിൽ എടുക്കുമ്പോഴും ഇങ്ങനെ നാരുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്ത് വൃത്തിയാക്കണം. ഇങ്ങനെ നമ്മൾ ഓരോ ഇലകളും വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നാരുകൾ മാറ്റേണ്ടത് മാറ്റി കൊടുക്കണം. പിന്നെ കടുമുടുങ്ങയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പൂവും ആ കായൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി നമ്മൾ നന്നാക്കി വെച്ച ഇലകളെല്ലാം ഒന്നിങ്ങനെ അരിഞ്ഞെടുക്കണം. നമ്മൾ സാധാ തോര വെക്കുന്ന പോലെ തന്നെ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ചേനയുടെ ഇല അരിയുമ്പോഴേ ഒരു വഴുവഴുപ്പുണ്ടാകും. അത് നമ്മൾ തോരനൊക്കെ വെക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാകും. നമ്മൾ 10 ഇലകളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ ഇലകളും അരിയുന്നത് കാണിക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് കാണിക്കാതിരുന്നത്. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് കുറച്ച് കാന്താരി പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അത് പറിക്കാനായിട്ട് പോയതാണ്. കാന്താരി ഇല്ലെങ്കിലും പച്ചമുളക് എടുത്താലും മതിയാകും. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും നമ്മളിപ്പോൾ പറിച്ച കാന്താരിയും കൂടെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാൻ അടുപ്പെല്ലാം കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ചെറിയുള്ളി കാന്താരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായി വഴണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഇല ഇട്ട് കൊടുക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 10 ഇലകളും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനിൽ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വരുന്നുണ്ട്. പിന്നെ ഈ ഇലകളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ.
അപ്പോൾ നമ്മുടെ തോരനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടി ഇടുമ്പോൾ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി അധികമാകും. നമ്മുടെ ശരീരത്തിന് ഊർജ്ജസ്വലതയും ബലവും രോഗപ്രതിരോധ ശേഷിയും ഒക്കെ ലഭിക്കാൻ ഏറ്റവും നല്ല മാസമാണ് നമ്മുടെ കർക്കിടകം. മഴക്കാലത്താണ് ഈ ഇലകളിൽ പോഷകാംശം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഇലകളെല്ലാം വെച്ച് കഴിക്കുന്നത്. നമ്മൾ ഈ എടുക്കുന്ന എല്ലാ ഇലകൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടായിരിക്കും ഈ 10 ഇലകൾ എടുക്കുന്നുണ്ടാവുക അല്ലേ. നമുക്കിതിൽ തഴുതാമ, ചൊറിയണം, കുടങ്ങൽ ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ 10 ഇലകൾ കൊണ്ട് തോരനും കറിയൊക്കെ ഉണ്ടാക്കാമേ. അങ്ങനെ ഇതാ നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന 10 ഇലകൾ വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ 10 ഇലക്കറി 10 ഇല തോരനൊക്കെ കേൾക്കാനല്ലാതെ ഇതുവരെ വെച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വെച്ചിട്ട് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.